ക്രിസ്തുമസ് ധ്യാനം 11-ാം ദിവസം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക, അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. യെശയ്യാ 60:1-5 വരെ. ബാബിലോൺ പ്രവാസകാലത്ത് അടിമത്വത്തിൽ ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് പ്രത്യാശ നൽകുന്ന ഒരു പ്രവചനമാണിത്. ഈ പ്രവചനം ലോകത്തിൻ്റെ പ്രകാശവും സർവ്വജനത്തിൻ്റെയും രക്ഷകനുമായ യേശുവിലാണ് നിറവേറിയത്. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന പ്രവാചക വചസ്സുകളും യേശുവിലാണ് നിറവേറിയത്. മനുഷ്യാവതാരം ചെയ്ത വചനമായ യേശുവിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടു എന്ന് യോഹന്നാൻ 1:14 വ്യക്തമാക്കുന്നു. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരുമെന്ന് യെശയ്യാ 60:3 പറയുന്നത് മത്തായി 28:19 പറയുന്നത് പോലെ ക്രിസ്തു ശിഷ്യർ എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുകയും ലൂക്കാ 24:47 പറയുന്നത് പോലെ എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് വഴിയും അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നത് പോലെ ഭൂമിയുടെ അതിർത്തികൾ വരെയും യേശുവിന് സാക്ഷ്യം നൽകുന്നത് വഴിയുമാണ് നിറവേറപ്പെടുന്നത്. യേശുവിൻ്റെ മനുഷ്യാവതാരവും മരണോത്ഥാനവും വഴി ദൈവത്തെയും മനുഷ്യകുലത്തെയും തമ്മിൽ അനുരഞ്ജിപ്പിച്ച് ലോകത്തിൽ ശാശ്വതമായ രക്ഷാകര സമാധാനം സ്ഥാപിച്ചു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യുമെന്ന പ്രവാചക വചസ്സുകൾ സകല ജനത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചവും ലോകത്തിൻ്റെ പ്രകാശവുമായ യേശുവിൻ്റെ മനുഷ്യാവതാരത്തോടെ നിറവേറി. യോഹന്നാൻ 1:9, 8:12. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി നോക്കിക്കാണുക, അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന പ്രവാചക വചസ്സുകൾ തിരുസഭയുടെ ആരാധനക്രമത്തിലൂടെയും സഭാമക്കളുടെ സജീവമായ ആരാധനാ ജീവിതത്തിലൂടെയും സാക്ഷ്യ ജീവിതത്തിലൂടെയും പൂർത്തിയാക്കപ്പെടേണ്ടിയിരിക്കുന്നു. തിരുസഭയോട് ചേർന്ന് നിന്ന് പ്രേക്ഷിത തീഷ്ണതയോടെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിച്ച് ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.